ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഇവരെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ തലവാചകം, ചെറിയ പാപങ്ങൾക്ക് പോലും വലിയ ദൂഷ്യഫലങ്ങളുണ്ട്. ചെറിയ പാപങ്ങൾക്ക് പോലും വലിയ ദൂഷ്യഫലങ്ങളുണ്ട്. ആധാരവാക്യം എടുത്തിരിക്കുന്നത് സദൃശവാക്യം 11-ാം അധ്യായം 3-ാം വാക്യമാണ്. നേരിലൂടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. നേരിലൂടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. മത്തായി 7-ാം അധ്യായം 18-ഉം 20-ഉം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്ന് നമ്മൾ അവിടെ കാണുന്നു. ശരിക്കും മനുഷ്യരുടെ ജീവിതത്തിലെ പ്രവൃത്തികളാണ് അവർ വഹിക്കുന്ന ഫലം, അല്ലെ? അപ്പോ ലൗകിക കാര്യങ്ങൾ തന്നെ അവിശ്വസ്തരും നേരുകെട്ടവരുമാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അവർ തീർച്ചയായിട്ടും മതജീവിതത്തിൽ എന്താണ് അവിശ്വസ്തരും ദശാംശത്തിന് വഴിപാടുകളിലും ദൈവത്തെ തന്നെ മോഷ്ടിക്കുന്നവരുമായിരിക്കും. ദൈവത്തിന് നൽകാതെ ദൈവത്തിന്റെ കാര്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് മോഷ്ടിക്കുന്നവരായിരിക്കും എന്നാണ്. അപ്പോൾ മതജീവിതത്തിലായിരുന്നാലും ലൗകിക ജീവിതത്തിലായിരുന്നാലും നമ്മൾ എപ്പോഴും നേരുള്ളവരായിരിക്കുക എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തുമെന്നാണ്. എല്ലാ വ്യാജങ്ങളെയും തെറ്റായ ഇടപാടുകളെയും അവിശ്വസ്തതയും ബൈബിൾ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ നടത്തുന്ന എല്ലാ തെറ്റായ ഇടപാടുകളും അവിശ്വസ്തതയെല്ലാം തന്നെ ദൈവകൽപ്പന ലംഘനത്തിന്റെ ഭാഗവുമായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ധനപരമായ നേട്ടമോ നഷ്ടമോ വരുന്ന കാര്യങ്ങളിൽ സത്യത്തിൽ നിന്നൊരു ചെറിയ വ്യതിയാനം വന്നാൽ, ദൈവത്തിന്റെ നിബന്ധനകളിൽ നിന്ന് അല്പം ഒന്ന് വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു മാറ്റം, ഒടുവിൽ അത്രയേറെ പാപമല്ലെന്ന് ചിന്തിച്ച് നമ്മൾ പോകും. അങ്ങനെ പാപം എപ്പോഴും പാപം തന്നെയാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. കോടിപതിയായിരുന്നാലും തെരുവിൽ കിടന്നുറങ്ങുന്ന ഭിക്ഷക്കാരനായിരുന്നാലും പാപം എപ്പോഴും പാപമാണ്, തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്. നമ്മൾ ആരായിരുന്നാലും നമ്മൾ നേരോടെ പ്രവർത്തിക്കുക എന്നതാണ് ശരിക്കും നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ശരിക്കും എന്താണ്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നത്. അപ്പൊ ഹൃദയശുദ്ധിയോടുകൂടെ നേരോടെ പ്രവർത്തിക്കേണ്ടത് എന്താണ്? ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ഇടപെടുന്ന, അത് ഏത് വ്യക്തിയായിരുന്നാലും നമ്മൾ ഓരോ ദിവസവും നടത്തുന്ന എല്ലാ ഡീലിങ്സും ദൈവത്തിന്റെ ഫ്രണ്ടിൽ എപ്പോഴും, ദൈവത്തിന് മുമ്പിൽ എപ്പോഴും ഫെയർ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന്റെ നേരിട്ടുള്ള ആജ്ഞയെ അനുസരിക്കാതിരുന്ന ആദാവും ഹവ്വയും ആ സമയത്ത് അതിന്റെ ഭീകരത മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും പിന്നീട് അവർ ചെറുതായി കണ്ട അല്ലെങ്കിൽ ആ ഒരു പാപം എത്ര ദേവസനീര് എത്ര ഭീകരമായിരുന്നു എന്നും അത് മുഖാന്തരം അവര് മാത്രമല്ല സകല ജീവജാലങ്ങളും തുടർന്നു വന്ന മനുഷ്യനും എല്ലാവരും എന്താണ് പാപത്തിൽ ആണ്ടുപോയതും അതിനെ രക്ഷിക്കാൻ ദൈവം തന്നെ ക്രൂശ് വന്ന് രക്തം ചിന്തി മരിക്കേണ്ടി വന്നതുമെല്ലാം എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശരിക്കും ഇതെല്ലാം നോക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ചെറിയൊരു തെറ്റ് നമ്മൾ ചെറുതാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിലും തെറ്റെപ്പോഴും തെറ്റാണ്. ദൈവസന്നിധി അതെല്ലാം ലംഘനവുമാണ്. അതുകൊണ്ട് എല്ലാം പാപമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? നേരിൽ നിന്നും സത്യസന്ധതയിൽ നിന്നുള്ള ഒരു ചെറിയ മാറ്റവും ദൈവകൽപ്പനയുടെ ലംഘനമാണെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. പാപത്തിൽ തുടരെ മുഴുകുന്നതും തെറ്റുകൾ ചെയ്യുന്നതിനുള്ള ഒരു സ്ഥിരം പ്രവണത ശീലത്തിലേക്ക് വ്യക്തിയെ എത്തിക്കുന്നു. അതായത് ഒരിക്കൽ പാപം ചെയ്യുന്നു, അങ്ങനെ പലപ്പോഴും പാപം ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല മനുഷ്യർ കൂടുതൽ പാപം ചെയ്യാറ്. പാപത്തിൽ നിന്നൊരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം ലഭിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ പാപത്തിന്റെ സന്തോഷത്തിലോ സുഖത്തിലോ മുഴുകിക്കൊണ്ട് പാപം ചെയ്യാൻ തയ്യാറായാൽ എന്ത് ചെയ്തു, അത് ജീവിതത്തിന്റെ ഒരു ശീലമായി തന്നെ മാറുകയും അങ്ങനെ നമ്മൾ പാപത്തിന്റെ ആഴത്തിലേക്ക് ആണ്ടുപോവുകയും ചെയ്യുമെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പാപത്തിന്റെ വർദ്ധവന് യാതൊരു കുറവും അത് വരുത്തുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. ദൈവം ശാശ്വതമായ അല്ലെങ്കിൽ മാറ്റമില്ലാത്ത തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. തന്റെ ആകമാനമായ പ്രകൃതത്തിന് ഒരു മാറ്റവും വരുത്താതെ ഒരു പുനരവലോകനം ചെയ്യാൻ ദൈവത്തിന് കഴിയുകയില്ല. സത്യം വിശ്വസിക്കുന്നവർ ദൈവജനത്തെ വിശ്വസ്തമായി പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർ ആത്മീയ കാര്യങ്ങളിൽ വളർച്ച മുരടിക്കുന്നവർ ആകുമായിരുന്നില്ല. ദൈവത്തിന്റെ ആജ്ഞകളെ ഈ ജീവിതത്തിൽ അവഗണിക്കുന്നവർ സ്വർഗത്തിലായാലും ദൈവത്തിന്റെ അധികാരത്തെ ബഹുമാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നമ്മൾ നല്ല വ്യക്തികളാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ, അത് നമ്മുടെ ഓരോ സ്വഭാവത്തിലും
എന്ത് ചെയ്യണം? നമ്മളത് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരും സ്വർഗത്തിൽ എത്തിയതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു പാപകരമായ സ്വഭാവമോ ചിന്താഗതിയോ തെറ്റായ സംസാരമോ ത്തിലോ ഒരു സ്വഭാവ രൂപീകരണം വരുത്താൻ സാധിക്കുന്നതല്ല. നമ്മൾ നടത്തുന്ന എല്ലാ ഡീലിങ്സിലും നമ്മൾ ശരിക്കും ഭൂമിയിൽ തന്നെ അത് നേരുള്ളത് വിശ്വസ്തതയുള്ളതുമാണെന്ന് ദൈവസന്നിധിയിൽ തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണ്? ഭൂമിയിൽ ദൈവത്തിന്റെ ആജ്ഞകൾ ലംഘിക്കുന്ന ആരെങ്കിലും സ്വർഗത്തിൽ പോയി ദൈവത്തിന്റെ ആജ്ഞകൾ അനുസരിക്കുമെന്ന് ശരിക്കും എന്താണ് വിശ്വസിക്കപ്പെടുന്നില്ല. അതിനൊരിക്കലും സാധ്യമല്ല. ഭൂമിയിൽ ദൈവത്തിന്റെ ആജ്ഞകളെ അനുസരിക്കുകയും നേരോടെ നടക്കുകയും വിശ്വസ്തയോടെ ജീവിക്കുകയും ഹൃദയശുദ്ധിയോടെ ഇരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്വർഗത്തിൽ എത്തപ്പെടുമ്പോഴും ദൈവത്തിന്റെ ആജ്ഞകളെ അനുസരിക്കാനും ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാനും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടെ മറ്റുള്ള ദൂതന്മാരെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനും സാധിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം, എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നു. ഏത് മതത്തിൽ പോയാലും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാവുന്നവരും ധാരാളമാണ്. പക്ഷെ നമ്മൾ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ നമ്മൾ അയൽക്കാരായ മനുഷ്യരെ അംഗീകരിക്കാനും അവരെ സ്നേഹിക്കാനും നമുക്ക് ബുദ്ധിമുട്ടായി ധാരാളം പേരെ കാണുന്നു. ശരിക്കും എന്താണ്? നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ഭൂമിയിൽ ദൈവസന്നിധിയിൽ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള മനുഷ്യരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാതിരുന്നാൽ നമ്മൾ സ്വർഗീയവാസികളായ ദൂതന്മാരോടൊപ്പം ആയിരിക്കുമ്പോൾ അവരെയും അംഗീകരിക്കാൻ കഴിയാതെയാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിലുള്ള എല്ലാ രൂപീകരണവും ഈ ഭൂമിയിൽ ദൈവസന്നിധിയിൽ നമ്മൾ തെളിയിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ചെറിയ പാപങ്ങൾക്ക് പോലും വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും. പാപം തന്നെയായിട്ട് ദൈവം പരിഗണിക്കുന്നുമുണ്ട്. പാപത്തിന്റെ ശിക്ഷാവിധിയിലേക്ക് തന്നെ പോകുന്നുമുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആധാരവാക്യം ഓർത്തിരിക്കേണ്ടത് സദൃശവാക്യം 11:3 നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. അതുകൊണ്ട് നേരുള്ളവരായി ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മഹോന്നതത്തിൽ വാസം ചെയ്ത് അത് പരിശുദ്ധനായുള്ളവേ, അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ സഹായിച്ചതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. നേരുള്ളവരായ ദൈവസന്നിധിയിൽ ജീവിക്കാനും നിഷ്കളങ്കരായി നമ്മൾ ജീവിക്കാനും ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടതിനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് തിരുസന്നിധി താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഇന്നത്തെ നേരിടാൻ പോകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അവിടെ നിന്ന് സംരക്ഷിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അറിഞ്ഞും അറിയാതെ ഞങ്ങളിൽ മുഴുകിയിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഉണർത്തി പുറത്തു കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കലും പാപത്തിൽ മുഴുകാനും അതുപോലെ പാപത്തിൽ സന്തോഷിക്കാതിരിക്കേണ്ടതിനും ദൈവസ്നേഹത്തിൽ മുറുകി ജീവിക്കേണ്ടതിനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളുടെ കൂടെയും ദൈവം അവിടെ നിന്ന് കൂടി എല്ലാവരുടെ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം അവിടെ നടത്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദൈവസന്നിധിയിൽ ഇന്ന് പാപം ചെയ്യാതെ വിശ്വസ്തയോടെ ജീവിക്കേണ്ടതിന് ഞങ്ങൾ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സകല പ്രയാസത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞങ്ങൾ അവിടെ നിന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കേണ്ടതിന് ഞങ്ങൾ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ദൈവത്തിന് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. പാപം ചെയ്യാതെ അവിടെ സംരക്ഷിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മ നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.